ഓം ശാന്തി. നമുക്ക് നമ്മെക്കുറിച്ച് നന്നായിട്ട് അറിയാം എന്നാണ് നമ്മുടെ ഓരോരുത്തരുടെയും ധാരണ. എന്നാൽ നമ്മുടെ ചിന്ത, വാക്ക്, പ്രവൃത്തി എന്നിവയെക്കുറിച്ച് എത്രമാത്രം അവബോധം നമുക്കുണ്ട് എന്ന് അന്വേഷിക്കുന്നത് ഒന്ന് നല്ലതാണ്. നാം ജീവിതത്തിൽ വെച്ചു പുലർത്തേണ്ട മൂല്യങ്ങളും വിശ്വാസ സംഹിതകളും ധർമാധർമ്മ ധാരണകളുമുണ്ട്. ഇവയെക്കുറിച്ചൊക്കെ എത്രമാത്രം അവബോധം നമുക്കുണ്ട്. സങ്കീർണമായ പ്രശ്നങ്ങളുള്ള ജീവിതമാണ് നമ്മുടേത്. എന്നാൽ നമ്മെ മഥിക്കുന്ന ആ പ്രശ്നങ്ങളെക്കുറിച്ചും അവയെ നാം നേരിടുന്ന രീതിയെക്കുറിച്ചും നമുക്ക് വ്യക്തമായ ധാരണയുണ്ടോ? പലപ്പോഴും ആലോചന പോലുമില്ലാതെ സ്വാഭാവികമായ പ്രതികരണമല്ലേ ജീവിത പ്രശ്നങ്ങളോട് നാം സ്വീകരിക്കുന്നത്? നമ്മുടെ കഴിഞ്ഞകാല ജീവിതം സംഭവബഹുലമായിരുന്നിരിക്കാം. എന്നാൽ അവയിൽ നിന്നു നാം പാഠം പഠിക്കുകയോ വെളിച്ചം സ്വീകരിക്കുകയോ ചെയ്തിട്ടുണ്ടാവുമോ? ജീവിതത്തിൽ വിജയം നേടുവാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സ്വയം കണ്ടെത്തലും സ്വയം വിലയിരുത്തലും സ്വയം പൊളിച്ചെഴുത്തുമൊക്കെ ആവശ്യമാണ്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒന്ന് സ്വയം പരിശോധന നടത്താം. എന്റെ ജീവിതത്തിൽ എനിക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ടോ? നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണ്? അതുപോലെ ജീവിതത്തിൽ ഏറ്റവും അധികം വെറുക്കുന്നതും എന്താണ്? എന്തിനു വേണ്ടിയാണ് നമ്മൾ ജീവിതത്തിൽ പോരാടുന്നത്? പണത്തിനു വേണ്ടിയാണോ? അധികാരത്തിനു വേണ്ടിയോ? വിജ്ഞാന സമ്പാദനത്തിനു വേണ്ടിയോ? സുരക്ഷിതത്തിനു വേണ്ടിയോ? സ്നേഹത്തിനു വേണ്ടിയോ? സുഖഭോഗങ്ങൾക്ക് വേണ്ടിയോ? അതോ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയോ? നമ്മൾ പറയുന്നത് പോലെ തന്നെ പ്രവർത്തിക്കുന്നവരാണോ? മറ്റൊരാളെ വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കുമോ? അങ്ങനെ വിശ്വസിക്കണമെങ്കിൽ നമുക്കുണ്ടായിരിക്കേണ്ട പ്രധാന ഗുണം എന്താണ്? മറ്റുള്ളവരോട് സംഭാഷണത്തിൽ നമ്മൾ സംസാരിക്കുന്നതിലോ കേൾക്കുന്നതിലോ ഏതിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്? നമ്മുടെ ജീവിതം ഏത് ദിശയിലാണ് മുന്നോട്ട് പോകുന്നെന്ന് ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാറുണ്ടോ? ഒരു വർഷത്തിനകം മരിക്കുമെന്നറിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ഇന്നു മുതൽ നമ്മൾ വ്യത്യാസം വരുത്തുന്നത്? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നാം സ്വയം നമ്മോട് ചോദിക്കണം. അവയ്ക്ക് സത്യസന്ധമായ ഉത്തരം സ്വയം തന്നെ കണ്ടെത്തുകയും വേണം. അതനുസരിച്ച് ജീവിതത്തിൽ പരിവർത്തനം വരുത്തുകയും ചെയ്താൽ നമ്മുടെ ജീവിതം ധന്യമാകും. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഓം ശാന്തി.